അറോറ ഫിലിം കമ്പനി സംഘടിപ്പിച്ച മിസ് കേരള ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ മത്സരത്തിൽ ഒരു പ്രത്യേക പുരസ്കാരം ലഭിച്ച അല്ലെങ്കിൽ ഒരു വളരെ സ്പെഷ്യലായ പുരസ്കാരം ലഭിച്ച ഒരാളാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. ഫോറസ്റ്റ് ഗോഡസ് എന്ന ഒരു ടൈറ്റിലാണ് അനുപ്രശോഭിനി. അനുപ്രശോഭിനി ഇതിനു മുമ്പ് വാർത്തയിൽ നിറഞ്ഞിട്ടുണ്ട്. അത് അട്ടപ്പാടിയിൽ നിന്ന് അങ്ങനെ ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് വന്ന ഒരാൾ ഒരു ഫാഷൻ രംഗത്തേക്കാണ് വരുന്നത്. അതായത് നമ്മൾ സാധാരണ ഒരു നാട്ടിൽ ഉള്ള അല്ലെങ്കിൽ നാട്ടുംപുറത്തെ കാര്യങ്ങൾ പോലെ ഇടപെടാൻ നിൽക്കാത്തപ്പോഴാണ് നമ്മൾ റാമ്പിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ കിട്ടുന്നത്. എന്താണ് തോന്നുന്നത്? ഹാപ്പിയാണ്, സന്തോഷമാണ്. ആഗ്രഹിച്ച മാതിരി ടൈറ്റിൽ വിന്നർ കിട്ടി ഫോറസ്റ്റ് ഗോഡ്നസ് എന്ന് പറഞ്ഞൊരിത്. അപ്പോൾ വളരെ ഹാപ്പി ഉണ്ട്. പിന്നെ അറോറ ഫിലിം കമ്പനിക്കും ഈ ഒരു അവസരം തന്നതിന് വളരെയധികം ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതിൻ്റെ അറോറ ഫിലിം കമ്പനീൻ്റെ മാനേജ്മെൻറ്റ് ഡയറക്ടറായ രോഹിത് നാരായണ സാറിനും കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത അച്ഛനും കൂടി ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങളുടെ സമൂഹത്തിൽ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അച്ഛനമ്മ പറഞ്ഞ ഇങ്ങനെ മോഡലിംഗ് ഫീൽഡിലേക്ക് വരുന്ന പാരൻസ് സിനിമ കാണാൻ പോലും വിടില്ല അന്നേരമാണ്. അതെ. അപ്പോൾ ഞങ്ങളുടെ സമൂഹത്തിലുള്ള ഇങ്ങനൊരു എന്നെപ്പോലെയുള്ള പെൺകുട്ടികൾ ഇങ്ങനെ മോഡലിംഗ് ഫീൽഡിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഏതൊരു പാരൻസ് അക്സെപ്റ്റ് ചെയ്യത്തില്ല ഒരു കാര്യം. അപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ കൂടുതൽ എന്താ പറയുക ഒരു ധൈര്യവും ബൂസ്റ്റപ്പൊക്കെ ചെയ്തു. പിന്നെ രോഹിത് നാരായണൻ സാറും കൂടി ഭയങ്കര എന്നെ സെലക്ഷൻ ചെയ്തതിന് വളരെയധികം സന്തോഷമുണ്ട്. അച്ഛനും കൂടിയുണ്ട്. അച്ഛൻ വേറെ തരത്തിൽ അറിയപ്പെടുന്ന ആൾ കൂടിയാണ്, ഒരു സിനിമാ നടൻ കൂടിയാണ്. അച്ഛൻ്റെ കയ്യിൽ നിന്നാണോ ഇത് കിട്ടിയത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ അട്ടപ്പാടി പോലെ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് വാർത്ത മാത്രം കേൾക്കുന്നിടത്തുനിന്നാണ് ഇത്ര ഒരു പോസിറ്റീവ് വാർത്തയിലേക്ക് നിങ്ങളുടെ മകളെ കൊണ്ടുവരുന്നത്. എന്താ അന്നേരം തോന്നുന്നത്? അതെന്തിനാ നമുക്ക് ഒരു മാറ്റം ഉണ്ടാകണം. നമ്മളെപ്പോൾ ഒരേപോലെ ഒരു പ്രദേശത്തെക്കുറിച്ച് എപ്പോഴേ നെഗറ്റീവ് വാർത്ത മാത്രം കേട്ടിട്ട് കാര്യമില്ലല്ലോ. അവിടെ നിന്ന് കുറേ പോസിറ്റീവ് വാർത്തയും വരണം. അപ്പോൾ നമുക്കൊരു എല്ലാവരും സ്ത്രീ ശാക്തീകരണമൊക്കെ ഇങ്ങനെ ഡയലോഗൊക്കെ പറയുള്ളൂ. നമ്മൾ സ്വന്തം മകൾ വെച്ച് തന്നെ നമുക്ക് സ്ത്രീ ശാക്തീകരണം ഉണ്ടാകണം. ഒരു ഞങ്ങളുടെ സമുദായത്തിലുള്ള പെൺകുട്ടിക്ക് മകളുടെ ഒരു ജീവിതം ഒരു മാതൃകയായിരിക്കണം, ഒരു മോട്ടിവേഷൻ ആയിരിക്കണം. നമ്മൾ ആരെങ്കിലും ഒരു റിസ്ക് എടുത്താലേ നടക്കുള്ളൂ. പക്ഷെ നമുക്കറിയാം ഈ സിനിമ മേഖലയെക്കുറിച്ച് നമുക്ക് എല്ലാവരും നന്നായിട്ട് അറിയാം. എനിക്കിതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് എന്നെപ്പോലെ ഒരാൾ മോള് സപ്പോർട്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. മോള് നമുക്ക് സുരക്ഷിതമായിട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. മേഖലയിൽ അവർക്ക് ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം ഫുൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് നല്ല 100% ബോധ്യമുണ്ട്. പക്ഷേ ഒരു മാറ്റം ഉണ്ടാകണം. അട്ടപ്പാടിയിൽ നമുക്ക് പോസിറ്റീവായിട്ട് അങ്ങനെ മോളിങ്ങനെ വന്നു, ഒരു നജമ ചേച്ചി പോലെ ഒരാളെ നമ്മൾ കൊണ്ടുവന്നു. അതേപോലെ നമുക്ക് നല്ലൊരു പ്രദേശം മാറണം. അട്ടപ്പാടി അങ്ങനെ മാറണം. അപ്പോൾ അട്ടപ്പാടിയിൽ നിന്നാണ് വരുന്നത്. റാമ്പ് വാക്ക് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ പോയി സ്റ്റേജിൽ നമ്മൾ സംസാരിക്കണം. അതുപോലെ ബാക്കിയുള്ള കലാപരമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കഴിവ് തെളിയിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരാനുള്ളൊരു കോൺഫിഡൻസ് അത് അവിടുന്ന് അട്ടപ്പാടിയിൽ നിന്ന് വണ്ടി കയറിയപ്പോൾ ഉണ്ടായിരുന്നു? അതിന് മുമ്പേ ഉണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര കോൺഫിഡൻസ് ആണ്. എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ വരെയൊക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞതും എല്ലാം. എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? അതിപ്പോൾ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ടാകും, നമുക്കിനി ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. സിനിമ ഉണ്ടാവാം, അല്ലെങ്കിൽ ഫാഷൻ രംഗത്ത് തന്നെ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതൊരു അനുപ്രശോഭിനി എന്ന ആൾ എന്ത് സന്ദേശമാണ്, എന്ത് മെസ്സേജാണ് ശരിക്കും അട്ടപ്പാടിയിലുള്ള മറ്റ് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഒക്കെ നമ്മൾ കൊടുക്കുക? എനിക്ക് കൊടുക്കാനുള്ള സന്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള പെൺകുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കും എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ കഴിയുമെന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്. അച്ഛനാണ് ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ ശരിക്കും? അച്ഛനാണ്. കാരണം എനിക്ക് ആദ്യം ഫസ്റ്റ് ടൈം കുറച്ച് പേടിയുണ്ട്. നമുക്ക് എന്താ ഈ മിസ് കേരള സമയം ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കണേ. നമ്മളിത് ടി വിയിലേക്ക് കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ റാം വർക്കും കാര്യങ്ങളൊക്കെ. അത് നമ്മുടെ റിയൽ ലൈഫിൽ വരുമ്പോൾ നമുക്ക് ഇതെന്താ സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ പോകും തോറാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലായതും. പിന്നെ അച്ഛൻ കുറേ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ഫാഷനോട് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലേക്ക്. വേറെ എന്തെങ്കിലും വിളികളൊക്കെ എത്തിയോ സിനിമയുമായി ബന്ധപ്പെട്ട്? അച്ഛനുണ്ട്, അത് നമ്മൾ അറിഞ്ഞു. അച്ഛന് വേറെ ഡേറ്റ് ഒക്കെ കൊടുത്ത് നിൽക്കുകയാണ് മോളുടെ കാര്യത്തിലോ? സിനിമയുടെ കാര്യങ്ങൾ അറിയില്ല, അത് അച്ഛനക്ക് അറിയത്തുള്ളൂ. എന്നോട് ഇതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ അച്ഛനും മോളും ഇനിയും ഇവിടെ ഉണ്ടാവും. വെള്ളിത്തിരയിൽ രണ്ടുപേർക്കും നല്ലൊരു ഭാഗം. മോൾക്ക് മാത്രമല്ല അച്ഛനും അതുണ്ടാവട്ടെ. അത് ഭയങ്കര സ്മാർട്ടായിട്ടുള്ള യങ്ങായിട്ടുള്ള അച്ഛനാണ്. അച്ഛന് നായകനൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ രണ്ടുപേർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരും. ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കാണിക്കുന്ന ഒരു അച്ഛൻ്റെ ആ ഒരു എന്താ പറയുക ഡെഡിക്കേഷന് ഇനി വരും കാലത്ത് വലിയൊരു പ്രതിഫലം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.